നമസ്കാരം. കേരളത്തിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന വിശേഷണം എ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ മത്സരാർത്ഥിയുമാണ്. അതിനുശേഷമാണ് ലീഡർ കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് നേതാവ് കൂടിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് 2 ആഴ്ചകൾക്ക് മുൻപെത്തിയത്. അതിനുശേഷം പത്മജ വേണുഗോപാൽ പല സ്വീകരണ വേദികളിലും പല ഇലക്ഷൻ മീറ്റിങ്ങുകളിലുമൊക്കെ തുടർച്ചയായി പറയുന്ന ഒരു കാര്യം, ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനോ മകളോ കൂടി ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ പലരും ചിന്തിച്ചത് പല പേരുകളാണ് എന്ന് പറയാം. എ കെ ആൻ്റണിക്ക് ഒരു മകൻ കൂടിയുണ്ട്. അതുപോലെ തന്നെ ലീഡർക്ക് ഇനി ഒരു മകനുണ്ട്, അത് കെ മുരളീധരനാണ്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഇനി ഈ 2 പേരെയും മാറ്റി നിർത്തിയാൽ കോൺഗ്രസിൻ്റെ ലെജൻഡ്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ലെജൻഡ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്, 2 പെണ്ണും 1 ആണും. എന്നാൽ അവരിൽ ചാണ്ടി ഉമ്മൻ മാത്രമാണ് ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിലുള്ളത്. അദ്ദേഹം പുതുപ്പള്ളി അസംബ്ലി നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ്. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. കോൺഗ്രസ് പാർലമെൻറ്റ് ഈ ഇലക്ഷനിൽ എല്ലായിടത്തും ഓടി നടന്ന് വോട്ട് ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അപ്പം പലരും ചോദിച്ചത് ചാണ്ടി ഉമ്മനാണോ ഇനി വരാൻ പോകുന്നത്, അത് കെ മുരളീധരനാണോ? ഈ 2 പേരുടെ പേരുകളിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. മാത്രവുമല്ല പത്മജ വേണുഗോപാൽ പലപ്പോഴും പറയുന്നത്, ചേട്ടന് ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാനിഞ്ഞി പോകുന്നത്, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ചേട്ടനും ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നാണ്. അപ്പോൾ പലരും അതിശയത്തോടെയാണ് ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി പത്മജ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ വന്നുകൂടായികയില്ല. പൊളിറ്റിക്സാണ്, ഏത് സമയവും എന്തും സംഭവിക്കാം. ഈ വന്ന ആളുകൾക്കൊക്കെ സംഭവിച്ചത് വളരെ പെട്ടെന്നെടുത്ത തീരുമാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരാണ് കെ മുരളീധരനാണോ അതോ ചാണ്ടി ഉമ്മനാണോ ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. കെ മുരളീധരൻ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി തൻ്റെ സഹോദരി ബന്ധം പോലും അറുത്തു കളഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ്. എന്നാൽ ചാണ്ടി ഉമ്മനാകട്ടെ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു പറഞ്ഞു, ചാണ്ടി ഉമ്മൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല, അക്കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട എന്ന്. ഇത്തരം പ്രസംഗങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പോയ ആളുകളൊക്കെ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയവരാണ്. പത്മജ വേണുഗോപാൽ 2 ആഴ്ച മുമ്പാണ് പറഞ്ഞത്, ഞാൻ അത്തരത്തിലൊരു തീരുമാനമെടുക്കില്ല, എവിടെ പോയാലും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന്. എന്നിട്ടാണ് 2 ആഴ്ചകൾക്ക് ശേഷം അവർ ബി ജെ പിയുടെ പരവതാനിയിലൂടെ നടന്ന് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഹൈപ്പവർ കമ്മിറ്റിയിലേക്കൊക്കെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കെ മുരളീധരനും ചാണ്ടി ഉമ്മനും സാധ്യത ഇല്ലായികയില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികളാകെ സാഹൂതം ഉറ്റുനോക്കുന്നത്. എന്തായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന ഒരു കാലാവധി പത്മജ വേണുഗോപാൽ വച്ചിട്ടുള്ളതുകൊണ്ട് അതിനുശേഷം നമുക്ക് കാത്തിരുന്നു കാണാമെന്നാണ് എല്ലാ പ്രവർത്തകരും, ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.